ആശാനെ അത് കഴിക്കരുത്, അവന്റെ ഐഡിയ ആണ്. വെറുതെ ആശാനെ ആശാൻ കഴിക്കും. ആശാനെ കഴിക്കരുത്, വീണു പോവും. വീണുപോയി. കഴിക്കടാ. ആരും വീണുപോകും. The Salt Restaurant, തോപ്പുംപടി, കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ. കൊച്ചി സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയും കുമ്പളങ്ങി മണ്ഡലം കമ്മിറ്റിയും പോലീസ് സ്റ്റേഷൻ പ്രതിഷേധ മാർച്ച് നടത്തി. കൊച്ചി സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയും കുമ്പളങ്ങി മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന പോലീസ് സ്റ്റേഷൻ പ്രതിഷേധ മാർച്ച് 2025 സെപ്റ്റംബർ 22 തിങ്കളാഴ്ച വൈകിട്ട് 5:30 ഇലക്കൽ കവലയിൽ നിന്നും ആരംഭിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സഗീറിനെതിരെ പോലീസ് കള്ളക്കേസ് എടുത്തതിനെതിരെ CPM ഗൂഢാലോചനയ്ക്കെതിരെയും പ്രമുഖ നേതാക്കൾ പ്രസംഗിച്ചു. അത് കട്ട് ചെയ്തതിന്റെ പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഈ ജാഥ ഇവിടെ എത്തുമ്പോ ഇതേതെങ്കിലും ഇലക്ട്രിക്കിന്റെ ബന്ധപ്പെട്ട പ്ലഗ് കുത്തിയാണ് ഈ മൈക്ക് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇവർ ധരിച്ചിരുന്നത്. പക്ഷേ TP ജേക്കബ് അത് ബാറ്ററി ചാർജിങ്ങിനുള്ള മൈക്കുമായി വന്നതുകൊണ്ട് ആ ഒരു ധാരണ അത്യാവശ്യം തെറ്റിയിരിക്കുകയാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇലക്ട്രിസിറ്റി ആണെങ്കിലും പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ഇതിനെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇടതുപക്ഷ സംഘടനകളുടെ ഒരു സ്വാധീനം എല്ലാ മേഖലകളിലും നിലനിൽക്കുന്നതിന്റെ വ്യക്തമായ ദൃഷ്ടാന്ത ഉദാഹരണമാണ് ഇപ്പോൾ ഈ കറണ്ട് ഇവിടെ കട്ട് ചെയ്തത്. രണ്ടുപേരും ഈ സമരത്തിന് കാരണമായ വസ്തുതകൾ വളരെ സവിസ്തരമായി തന്നെ പ്രതിപാദിച്ചിരിക്കുന്ന സാഹചര്യത്തില് ദീർഘമായ ഒരു പ്രസംഗം ചെയ്യുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന നരനായാട്ട്, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് ജനങ്ങളെ മർദ്ദിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതുസ്ഥലമായിട്ട് മാറിയ ഒരു കാലഘട്ടത്തിൽ അത് ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഭയപ്പെട്ട് മാറി നിന്നിരുന്ന മനുഷ്യർ അവർക്ക് കിട്ടിയ മർദ്ദനങ്ങളെ കുറിച്ച് ഓരോന്നോരോന്നായിട്ട് പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഇവിടെ സഗീറിന്റെ കാര്യം പറഞ്ഞു. സഗീറിനെ അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരിയില് സുജിത്തിനെ അകത്തു കൊണ്ടുപോയി തല്ലി, സഗീറിനെ കൊണ്ടുപോയി തല്ലി. ജോൺ അലോഷ്യസ് മാളാട്ടാണ് പ്രതിഷേധ ജാഥ നയിക്കുന്നത്. ആ ചെറുപ്പക്കാരന് കാണിക്കാൻ കഴിയുന്ന മനുഷ്യത്വരഹിതമായ ആ നടപടികൾ നടത്തിയിട്ട് അതിന്റെ CCTV കിട്ടാൻ ആ ചെറുപ്പക്കാരൻ 2 കൊല്ലവും 4 മാസവും നിയമ നടപടികൾ നടത്തേണ്ടി വന്നു എന്നല്ലേ യാഥാർത്ഥ്യം. അവിടെ മാത്രമല്ലല്ലോ, ഇപ്പൊ കടവന്തര പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറെ കഴിഞ്ഞ ആഴ്ച സസ്പെൻഡ് ചെയ്ത കാര്യം, അതിന് മുമ്പ് PG പോലീസ് സ്റ്റേഷൻ അദ്ദേഹം ഇരിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ തർക്കം വന്നു കഴിഞ്ഞപ്പോഴും ഇതൊക്കെ കാരണം കണ്ട പഠിക്കേണ്ട, ആര് പഠിപ്പിച്ചത്, എവിടെ നിന്ന് കിട്ടട്ടെ? ആ പഞ്ചായത്തുമായിട്ടുള്ള ആലോചനയിൽ സ്ഥലം MP, സ്ഥലം MLA അന്ന് ആലോചന യോഗത്തിൽ എത്തിയില്ലെന്നുള്ള സത്യം. പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇവിടെയുള്ള കെലട്രോൺ ഫെറിയാണെങ്കിലും ജനതാ ഫെറിയാണെങ്കിലും എല്ലാം മുന്നോട്ട് പോകുന്നത്. ആ ഫെറി നിയന്ത്രിക്കുന്നത് പഞ്ചായത്ത് അധികാരികളാണ്. പഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജനപ്രതിനിധികളും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.